നമസ്കാരം, അളിയൻ്റെ റേഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഈ ഫ്ലോറിലുള്ളത് ജെഫി, അർമ്പ, സാൻഡി, തമ്പി. അപ്പം ഇന്നത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് മഴയാണ്. ഇപ്പം മഴയെന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് തരം വികാരങ്ങളാണ്. ചിലപ്പം നൊസ്റ്റാൾജിക് ഫീലിംഗ് വരും, ചില ആഘോഷിക്കാൻ പറ്റും. നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് ചെങ്ങാടം ഉണ്ടാക്കി കളിച്ചതും വള്ളം തുഴഞ്ഞതും മീൻ പിടിക്കാൻ പോകുന്നതൊക്കെ. പക്ഷേ മറ്റു ചിലർക്ക് മഴയെന്ന് പറയുമ്പോൾ വേറൊരു ഭീതിയാണ്. വെള്ളപ്പൊക്കം കയറിയിട്ട് വീട്ടിൽ വെള്ളം കയറുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പം പെട്ടിയും കിടക്കൊക്കെ എടുത്തുകൊണ്ട് അന്യരുടെ വീട്ടിലേക്കും മറ്റേ ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ പോകുന്ന ആ ഒരു വികാരങ്ങളുള്ള ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ നമ്മളിന്ന് സംസാരിക്കുന്നത് നമ്മളുടെ ചെറുപ്പകാലത്തെ, അല്ലെങ്കിൽ മഴയെപ്പറ്റി നമുക്ക് ഓർക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന കുറേ കാര്യങ്ങളും അല്ലേ. ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളപ്പൊക്കം വരുന്നത് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ഒരു വികാരം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്കൂൾ നമുക്കന്ന് അവധിയായിരിക്കും അല്ലേ. മഴ വരുന്ന സമയത്ത് സ്കൂൾ അവധിയായിരിക്കും. ഞങ്ങൾ ശരിക്കും കുമരകത്ത് ഞങ്ങൾ ആർപ്പുക്കരയ്ക്ക് വരുമ്പോഴാണ് ഒരു ചെറിയൊരു വീട്ടിലായിരുന്നു താമസിക്കുന്നത്. അപ്പം ആ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോട്, പിന്നെ റബ്ബർ തോട്ടം, കണ്ടം, അതിനൊക്കെ ചുറ്റുമുള്ളതാണ്. ഏതായാലും ഒരു 2000 കാലഘട്ടത്തിൽ വലിയൊരു മഴ വന്നു. ഇതേപോലെ സ്കൂളിൻ്റെ ഒരു ജൂൺ ജൂലൈ സമയത്ത് വലിയ മഴ വന്നു. അപ്പോൾ നമുക്ക് ആദ്യം വെള്ളം കയറി വരുന്ന കാണാൻ കൗതുകമായിരുന്നു. വെള്ളം തോട് നിറഞ്ഞ് പാടത്തിലേക്ക് വരുന്നു, പാടം നിറഞ്ഞ് റബ്ബർ തോട്ടം നിറയുന്നു. അപ്പം റോഡേതാ തോടേതാ അറിയാൻ മേലാത്ത രീതിയിൽ ഒരു കായൽ പോലെ കിടക്കും. പക്ഷേ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ റോട്ടിൽ നിന്ന് വീടിൻ്റെ മുറ്റത്തേക്ക് വെള്ളം വരുന്നു. അപ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമായി. കളിക്കാൻ ഓടുക, ചാടുക, വെള്ളത്തിൽ കളിക്കുക, ചങ്ങാടം ഉണ്ടാക്കുകയൊക്കെ ആയിരുന്നു. പക്ഷേ അങ്ങനെ കുറച്ചുകൂടെ 2 ദിവസം കൂടെ നിർത്താതെ അങ്ങ് മഴ പെയ്ത് കഴിഞ്ഞപ്പം പിറ്റേ ദിവസം രാവിലെ നമ്മൾ എണീറ്റ് കാല് കുത്തുന്നത് വെള്ളത്തിനകത്തോട്ടാണ്. അരേറ്റം വെള്ളം. അന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് അന്ന് നമ്മൾ ചെറുപ്പമാണ്. അപ്പം പിറ്റേ ദിവസം തന്നെ നമ്മൾ രാവിലെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലമാരിയും കട്ടിലും പിന്നെ കൗച്ചും എല്ലാം നമ്മൾ കട്ട വെച്ച് പൊക്കി വെക്കും. ഇതെല്ലാം പൊക്കി വെച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, അപ്പം ഞങ്ങളെ തോളത്തിങ്ങനെ ഇരുത്തിയിട്ട് മറ്റേ വെള്ളത്തിൽ കൂടെ നീന്തി മറ്റേ ഞങ്ങളുടെ അമ്മ വീട് പുതുപ്പള്ളിക്ക് പോകും. അവിടെ വെള്ളം കയറത്തില്ല. ഉമ്മൻചാണ്ടി സാറിന് സ്ഥലം ഇത്. ഉമ്മൻചാണ്ടി സാറിന് സ്ഥലത്ത് വെള്ളം കയറത്തില്ല. അല്ല, ഞാൻ പറഞ്ഞുള്ളൂ. പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അങ്ങനെയാണല്ലോ. എൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 5-6 പിഞ്ചു കുഞ്ഞാണല്ലേ. അയ്യോ അല്ല, 30 വയസ്സാകാൻ പോവാ. അത് കഴിഞ്ഞ് പിന്നെ വെള്ളമൊക്കെ ഇറങ്ങിയതിന് ശേഷമായിരിക്കും നമ്മൾ വരുന്നത്. പക്ഷേ അന്ന് ഭയങ്കര പിള്ളേരായിരുന്നു. നമുക്കിത് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. പക്ഷെ അന്ന് വീട്ടുകാർക്ക് ഇതൊരു ദുരിത അനുഭവമായിരുന്നു. ഇത് ഏറ്റവും സീൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം കയറി കഴിഞ്ഞിട്ട് മഴ പെയ്ത് വെള്ളം കയറി കഴിഞ്ഞ് വെള്ളം ഇറങ്ങുമല്ലോ. വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ വീടിനകത്ത് മൊത്തം ചെളിയാണ്. പിന്നെ അത് കഴുകി കളയാനായിട്ട് ഒരു തത്രപ്പാടാണ്. കാരണം ഇവർ രണ്ടുപേരും നിന്ന് പെടാപ്പാട് വരും. നാട്ടിലിപ്പോ പഴയതുപോലെ ഒന്നല്ല, ഇഷ്ടം പോലെ പണിയാ. കാരണം സഹായിക്കാനായിട്ട് ആള് വരത്തില്ല. എന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിലും വെള്ളം, അപ്പൊ അവിടെയും കഴുകാനുണ്ട്. അപ്പൊ ഇത് തന്നെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു മമ്മട്ടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ. എല്ലാ വർഷവും ഇത് തന്നെയാണോ? അല്ല, ആ വർഷമാണ് ശരിക്കും വീടിനകത്ത് വെള്ളം കയറിയത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീട് മാറി. വെള്ളം പൊങ്ങിയോണ്ട് കാര്യം മനസ്സിലായി. പക്ഷെ അന്ന് ഇതേപോലെയായിരുന്നു പരിപാടികൾ. അപ്പോൾ ഇവർ ഈ ചെളി ഒരു കളയുമ്പോൾ നമ്മൾ ആ ചെളിക്കകത്ത് കളിക്കുക. നമുക്കറിയത്തില്ല ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. പക്ഷെ അന്നത് എൻജോയ്മെൻ്റ് ആയിട്ട് പോയി. അതായിരുന്നു ആ ഒരു മഴക്കാലം എന്ന് പറയുന്നത്. പിന്നെ വീട്ടിൽ അങ്ങനെ വെള്ളം കയറുന്ന പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ 2018 വെള്ളത്തിൽ എനിക്ക് തോന്നുന്നില്ല ആൾക്കാർക്ക് ഒരു നല്ല ഓർമ്മയാണെന്നുള്ളത്. ഇപ്പോൾ ഈ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലൊക്കെ മഴ വരുമ്പോൾ തന്നെ ആൾക്കാർ പെട്ടിയും കിടക്കൊക്കെ എടുത്തുകൊണ്ട് നേരെ പോകും ക്യാമ്പുകളിലേക്കോ, അല്ലെങ്കിൽ ബന്ധുക്കാരുടെ വീട്ടുകളിലേക്കൊക്കെ പോകുമായിരിക്കും. അവർക്ക് എല്ലാ വർഷവും ഓരോ കാലഘട്ടത്ത് ഒരു സമയത്ത് അതൊരു ശീലമാണ്. അവർ പേരായിട്ടിരിക്കുകയാണ് പോകാൻ റെഡിയായിട്ട്. കൃഷി നശിച്ചു പോകുന്നതൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നത്തെ പിള്ളേരൊക്കെ ഈ ചങ്ങാടൊക്കെ ഉണ്ടാക്കി പോകുന്നുണ്ടോ? ജെഫി ഉണ്ടാക്കിയിട്ടുണ്ട് ചങ്ങാടമൊക്കെ നമ്മളും കെട്ടിയിട്ടുണ്ട്. പണ്ട് എൻ്റെ മഴക്കാലം എന്നൊക്കെ പറഞ്ഞാൽ 19-20 വയസ്സൊക്കെ ഉള്ളപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ വീട് കുട്ടനാടാണ്. അപ്പോൾ കുട്ടനാട് അറിയാമല്ലോ. എൻ്റെ കൂട്ടുകാരൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ പുഴയാണ്. അവൻ്റെ വീടിൻ്റെ പടി വരെ വെള്ളമായിരിക്കും എപ്പോഴും. എല്ലാ കൊല്ലവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നീന്തി കളിക്കുക, ഇതെല്ലാം കഴിഞ്ഞ് ഫുള്ള് അലമ്പായിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് കയറുമ്പോൾ അവൻ്റെ അമ്മ ചൂട് ചായയും 2 പരിപ്പോടെ അല്ലെങ്കിൽ ഉഴുന്നോടെ അതൊരു വലിയൊരു ആശ്വാസം. ചൂട് സാധനം ഭയങ്കര ചൂട്. അപ്പോൾ നമ്മൾ തണുത്തിട്ടിരിക്കുമ്പോൾ ആ സാധനം ഇങ്ങോട്ട് മുമ്പിൽ വരും. അപ്പോൾ ഞങ്ങളിങ്ങനെ പടി വരെ വെള്ളമാണല്ലോ. മീൻ പിടിക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു പ്ലേറ്റും വെച്ച് ഞങ്ങളിങ്ങനെ പടിയേലിരിക്കും. എന്നിട്ട് ഒരു കമ്പൊക്കെ ചൂണ്ടയൊക്കെ നമ്മളുണ്ടാക്കുന്നതാണല്ലോ എല്ലാം. അപ്പം അതൊക്കെ ഇട്ട് നമ്മൾ മീൻ പിടിക്കായിരിക്കും. ഒന്നും കൊളുത്താറൊന്നുമില്ല. പിന്നെ അത് ഇട്ടിരിക്കുമ്പോൾ എന്നിട്ട് ചായയും കുടിച്ച് കുറച്ച് കഥകളൊക്കെ പറയാ. ഇതൊക്കെയായിരുന്നു അന്നത്തെ. മുന്നോട്ട് നോക്കുമ്പോൾ കണ്ണെത്താ ദൂരത്ത് വെള്ളം ഇങ്ങനെ കിടക്കുക. പ്രത്യേകിച്ച് കുട്ടനാടാണല്ലോ അല്ലേ. ഈ പാടശേഖരങ്ങളൊക്കെ നിറഞ്ഞ് തോട് നിറഞ്ഞ്. ഏസ് റോഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരയറ്റം വെള്ളം. റോഡ് അറിയാമല്ലോ. റോഡില്ല അവിടെ. ഇപ്പോഴും അവിടെ
ചില സമയത്ത് ഈ ചങ്ങാടത്തിനകത്ത് വണ്ടി കെട്ടി വലിക്കുന്നുണ്ടായിരുന്നു ഒരു 2-3 വർഷം മുന്നേ വരെയൊക്കെ. അങ്ങനത്തെ കുറെ സംഭവങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. മഴ പെയ്യുമ്പോഴത്തേക്ക് വെള്ളം കയറുന്നു. ശരിക്കും പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതൊക്കെ കുട്ടനാട്ടുകാരാന്ന് തോന്നുന്നു അല്ലേ? അതെ. പക്ഷെ അവർക്ക് ശീലം അറിയാം, അവർക്ക് എല്ലാവർക്കും നീന്തറിയാം, വള്ളമുണ്ട്. 2 ജില്ല പെയ്യുന്ന മഴയെല്ലാം വെള്ളമെല്ലാം ചെന്ന് ചേർന്ന് അങ്ങോട്ടാണ് അവരതിന് പ്രിപ്പയറാ. അതുപോലെ മഴ നല്ലത് മാത്രമല്ല ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഉറപ്പായിട്ടും. പക്ഷെ ഞാനും എൻ്റെ വൈഫും ലിൻസ് ഇവിടെ സ്റ്റുഡിയോയിലുണ്ട്. ലിൻസും ഞാനും കൂടെ ഒരുപാട് ബൈക്ക് ട്രിപ്പുകൾ പോവായിരുന്നു പണ്ട്. അങ്ങനെ ഒരു ട്രിപ്പായിരുന്നു ഞങ്ങൾ ചെന്നൈ ടു ബാംഗ്ലൂർ. താമരശ്ശേരി ടു കോഴിക്കോട് 50 കിലോമീറ്റർ. ഒരുപാട് വൈകിയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത് ബുള്ളറ്റാണ്, ഓടിച്ചെത്താൻ ചില സമയം എടുക്കും. ഇത് 5 മിനിറ്റ് കൊണ്ട്. അങ്ങനെ ഇത് ഓടിച്ച് എത്തുന്നില്ല, കുറേ സമയം വൈകി. 11 മണിയായി. ഗൂഗിൾ മാപ്പ് ഒരു ഷോർട്ട് കട്ട് കാണിച്ചു. എന്നാൽ പിന്നെ നമുക്ക് ഷോർട്ട് കട്ട് കയറി പോയാലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് എത്തുവാണെങ്കിലേ എന്നും പറഞ്ഞ് ഈ ഷോർട്ട് കട്ട് വഴി കയറിയതാ. കുറച്ച് ഒരു 2-3 കിലോമീറ്റർ കഴിഞ്ഞപ്പം കൊടും മഴ, കൊടും കാടാണ്, അങ്ങോട്ട് ഫുള്ള് കാടാണ്. ഞങ്ങൾ ഞെട്ടിപ്പോയി. ഇത് ഈ വഴി നേരെ ചെന്ന് ഇറങ്ങുന്ന KGF ഭാഗത്താണ് ഈ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഷോർട്ട് കട്ടല്ല, ഇത് ലോങ് കട്ടാണ്. സൈഡിലെങ്ങും ഒരു വീടോ കടയോ ഒന്നുമില്ല. ചായ കിട്ടാൻ ഒരു വഴിയിൽ. അങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നത് ഈ കൊടും മഴയത്ത് ബൈക്ക് എങ്ങാനും നിന്ന് പോയായിരുന്നെങ്കിലോ, ഞാൻ എന്ത് ചെയ്തേനെ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. അതുപോലെ തന്നെ ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ബൈക്ക് നിന്നു. ഞാൻ വെച്ചാൽ ഇനി പെട്രോൾ തീർന്നായിരിക്കും എന്ന് വിചാരിച്ചില്ല, റിസർവിലിട്ട്. പിന്നെ വണ്ടിയുടെ കുറച്ച് പണികൾ അറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ. മറ്റേ പഴയ പരിപാടിയാണോ? അതായത് പെട്രോൾ തീർന്നു പോയാൽ കിടത്തിയിടുന്നു. അത് കിടത്താൻ ഒക്കത്തില്ലല്ലോ ആ സമയത്ത്, ബുള്ളറ്റല്ലേ സാധനത്തിന്. അങ്ങനെ പിന്നെ ഇവള് മറ്റേ ഫോണിന്റെ ടോർച്ചും പിടിച്ച് നിൽക്കുക, ഫോണിലെ ഫ്ലാഷും പിടിച്ച് നിൽക്കുക മഴയത്ത്. ഇവളാണെ ഫുള്ള് നനഞ്ഞ് ടോർച്ചും പിടിച്ച് നിൽക്കുന്ന വെട്ടത്തിൽ ഞാൻ ഈ വണ്ടിയുടെ സ്പാർക്കിളൊക്കെ, എനിക്ക് കുറച്ച് വണ്ടികളുടെ പണി അറിയാം. പിന്നെ ഞാൻ ഭയങ്കര കോഷ്യസ് ആയതുകൊണ്ട് ഈ വണ്ടിയുടെ സ്പെയർ പാർട്സും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. കേബിള്, ക്ലച്ച് കേബിൾ. ബുള്ളറ്റ് കൊണ്ട് പോകുമ്പോൾ അതെന്തായാലും വേണം. കിടത്തുമില്ല, പക്ഷെ എന്നാ കിടന്നു പോയാലുള്ള അവസ്ഥ. പിന്നെ ടൂൾസും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ടൂൾസ് വെച്ച് ഞാൻ സ്പാർക്ക് പ്ലഗ് അഴിച്ചു നോക്കി. സ്പാർക്ക് പ്ലഗ് അഴിച്ചു നോക്കി, സ്പാർക്ക് പ്ലഗ് പോയതായിരുന്നു. ആളുമിടുക്കൻ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു 1/4 മണിക്കൂർ ഇന്ന് പുതിയ സ്പാർക്ക് പ്ലഗ് ഇട്ട് ശരിയാക്കി, വണ്ടി ശരിയാക്കി. പിന്നെ വണ്ടി ശരിയാക്കി ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ മഴയും നിന്ന്. പക്ഷെ അന്ന് ഞങ്ങൾ ആ പേടിച്ച ഒരു പേടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര. അതിനിടയ്ക്ക് ആ ടൈമിൽ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്? ഒരു മനുഷ്യനില്ല ആ വഴി കൂടെ, ഒറ്റ മനുഷ്യനില്ല. മാനുണ്ട്, പുലിയുണ്ട്, മാങ്ങാ തൊലിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എലിയെ പോലും കാണാൻ. ബാക്കി എല്ലാവർക്കും ബുദ്ധിയുണ്ട്. അതെ, അവര് കറക്റ്റ് റൂട്ട് പിടിച്ചു പോയി, ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ ഒരു മഴയത്ത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വഴി ചെന്ന് വിടുന്നു. പണ്ടും കാട്ടിക്കൂടൊക്കെ പോയിട്ടുണ്ട്, നമ്മുടെ നിലമ്പൂരും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പെട്ടിട്ടില്ല. ഇപ്പൊ മഴ എന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ ആ ഒരു യാത്രാനുഭവമായിരിക്കും ഓർമ്മ വരുന്നത്. ഇഷ്ടം പോലെ. അതാണ് എൻ്റെ ഓർമ്മകൾ. അപ്പം ഞാൻ പാടാൻ പോകുന്നത് പാട്ടും മഴയായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ട് തന്നെയാണ്. എനിക്ക് മഴയത്ത് ഒരുപാട് കേൾക്കാൻ ഭയങ്കരമായിട്ട്, ഒരു ചൂട് കട്ടൻ കാപ്പിയും കുടിച്ചുകൊണ്ട് കേൾക്കാൻ ഇഷ്ടമുള്ളൊരു പാട്ടാണ് മഴനീർ തുള്ളികൾ എന്ന് പറയുന്ന പാട്ട്. അതെ, ഉണ്ണിമേനോൻ പാടിയ ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിലെ ബ്യൂട്ടിഫുൾ സോങ്. അതാണ് ഞാൻ ഇന്ന് ആലപിക്കാം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഒരു കടുങ്കാപ്പിയൊക്കെ കുടിച്ച് ഈ പാട്ട് കേൾക്കുന്നു വിശ്വസിക്കുന്നു. അതെ. മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ തണുവായി പെയ്തിടും, കനവായി തോർന്നിടും വിൺശങ്കിലെ ലയഗാന്ധർവമായി നീ എൻ്റെ സാരംഗിയിൽ ഇതളിടും നാണത്തിൻ തേൻ തുള്ളിയായി കതിരിടും മോഹത്തിൻ പൊന്നോളമായി മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ തണുവായി പെയ്തിടും, കനവായി തോർന്നിടും. രാമേഘം പോൽ വിൺതാരം പോൽ നീ എൻ്റെ അകലെ നിൽപ്പൂ, കാതരേ നിൻ ചുണ്ടിലെ സന്ധ്യയിൽ അലിഞ്ഞിടാം പിരിയും ചന്ദ്ര
കാത്തു നിന്നോർത്തു ഞാൻ മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ തണുവായി പെയ്തിടും കനവായി തോർന്നിടും. അപ്പോൾ ജെഫിയുടെ ആ മഴയത്തെ യാത്രയും കഥയും നല്ല രസമായിട്ടുണ്ട്. പക്ഷേ നിങ്ങളന്ന് അനുഭവിച്ചെങ്കിലും ഇന്ന് ഓർത്ത് പറയാൻ പറ്റിയ ഒരു കഥയായി മാറിയില്ലേ? അങ്ങനത്തെ കഥ ഹർമ്പായ്ക്കുണ്ടോ? പിന്നെ കഥയില്ലാത്ത മനുഷ്യനുണ്ടാടാ. അത് കറക്റ്റ് ആണെങ്കിൽ പ്രത്യേകിച്ച് കഥയോട് കഥ മാത്രമേ ഉള്ളൂ ആണല്ലേ. അപ്പോൾ അതെനിക്ക് അങ്ങനെ ഓർക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ മമ്മിയുടെ വീട്, അമ്മ വീട് കൊരട്ടിയിലാണ്, തൃശ്ശൂർ ജില്ലയിൽ കൊരട്ടിയിൽ. എന്ന് വെച്ചാൽ ഈ മഴ അങ്ങോട്ട് കനക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ല പറമ്പൊക്കെ ഉണ്ട്. ഈ പറമ്പിൻ്റെ തൊട്ടപ്പുറം വലിയൊരു പഴയൊരു കുളമുണ്ട്. ആ കുളത്തിലേക്ക് ആരും അങ്ങനെ പോകാറില്ല. പക്ഷെ മഴ അങ്ങോട്ട് കനത്ത് കഴിയുമ്പോണ്ടല്ലോ, ഈ ആ പറമ്പിലെ വെള്ളവും പൊങ്ങും, ഈ കുളത്തിലെ വെള്ളവും പൊങ്ങും, ആ മീനുകളൊക്കെ അങ്ങോട്ട് ഇറങ്ങും. ആ സമയത്തുള്ള കാഴ്ച എന്ന് വെച്ചാൽ എൻ്റെ ഡാഡിയും മമ്മിയുടെ ആങ്ങളെയും പിന്നെ ആ വീട്ടിൻ്റെ അയലക്കത്തുള്ള ആൾക്കാരെല്ലാം കൂടെ വാക്കത്തിയും കൊട്ടുപടിയൊക്കെ കേട്ടിട്ട് ഈ ബ്രാലിനെ പിടിക്കാറും. രണ്ട് സൈഡിലും മട കെട്ടിയിട്ട് അയ്യോ എന്നിട്ട് വെട്ടിപ്പിടിക്കും അല്ലേ? അത് വെട്ടിപ്പിടിക്കുന്ന പരിപാടിയാണ്. ഞങ്ങളെല്ലാവരും കൂടെ രാവിലെ ആവാൻ നോക്കിയിരിക്കും, നേരെ ഇറങ്ങും. പല്ല് പോലും ചിലപ്പോൾ തേച്ചിട്ടുണ്ടാവില്ല. അങ്ങ് വെള്ളത്തിലേക്ക് ആ പറമ്പിലേക്ക് അങ്ങോട്ട് ഇറങ്ങും. പിന്നെ അവിടെ കിടന്ന് പൂളി കിടന്ന് കാണിക്കുന്നവർ എന്തൊക്കെയാണ് കാണിക്കുന്നത്. മീനിനെ പിടിക്കാൻ നോക്കണതാണ് ഏറ്റവും വലിയ രസം. എന്ന് വെച്ചാൽ ഒരു കമ്പ് പിടിക്കും, എന്നിട്ടൊരു നൂല് കൊണ്ടുവരും. എന്നിട്ട് ആ നൂല് കമ്പിന്റെ അറ്റത്ത് കെട്ടി ആ നൂല് വെള്ളത്തിലിട്ട് ഏതെങ്കിലും ഒരു കുഴിക്കകത്ത് പോയിരിക്കും. ഒന്നും കിട്ടൂല. കുറച്ച് കഴിയുമ്പോ ഒന്നും കിട്ടാണ്ടാകുമ്പോ കുറെ മീനെ പോലെ ഇരിക്കുന്ന മുട്ടകളൊക്കെ കാണും. ഏത് തവള മുട്ട, അത് മീനാണെന്നും പറഞ്ഞ് ഞാൻ ഇതൊക്കെ കൂടി പറക്കി കൂട്ടി കവറിനകത്ത് ഇടും, അല്ലെങ്കിൽ വല്ല കുപ്പിക്കകത്ത് ഒക്കത്തിലാക്കും. ഈ വീക്കെൻഡിലാണ് അമ്മ വീട്ടിൽ പോണത്. അത് കണ്ട് തിരിച്ച് പോവാൻ നേരത്താണ് പ്രശ്നം. ഇതിനൊക്കെ കൊണ്ട് എനിക്ക് വീട്ടിൽ പോകണം. ഇത് മീനാണ്. ഞാൻ പറയണ ഇത് മീനാണ്. അവര് പറയണ അതല്ലടാ, അത് തവളയുടെ മുട്ടയാ. സമ്മതിക്കില്ല. അവസാനം കരച്ചിലായി പിഴിച്ചിലായി. ഞാൻ എന്നിട്ട് അതിനെ കവറിലൊക്കെ കെട്ടി എന്നിട്ട് ഇത് വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിന്റെ ഷേപ്പൊക്കെ മാറി, എന്തൊക്കെയോ ഒരു ഇത് ഞാൻ പിടിച്ച മീൻ ഇങ്ങനെ അല്ലല്ലോ. പക്ഷെ അങ്ങനെയുള്ള ഒരുപാട് നല്ല ഭംഗിയുള്ള ഭയങ്കര രസമായിരുന്നു ആ ചെറുപ്പത്തിലുള്ള സമയത്ത്. മഴ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും മഴയത്ത് ഇറങ്ങി കളിച്ച് ചേട്ടന്മാർ ഫുട്ബോൾ കളിക്കും, അതിൻ്റെ ഇടയിൽ പോയി നിൽക്കും, എന്നിട്ട് അവർ വഴുക്ക് കുറഞ്ഞു ഓടിക്കും. തവളെ പറ്റി പറഞ്ഞപ്പോൾ തവള ഇറച്ചി കഴിച്ചിട്ടുണ്ടോ? പിന്നെ നമ്മളവിടുത്തെ പരിപാടി അതായത് പണ്ട്, ഇപ്പൊ എനിക്കറിയത്തില്ല തവള പിടിക്കാൻ പിള്ളേർ പണ്ട് പെട്രോമാക്സ് ആയിട്ട് രാത്രിയാക്കി മാത്രമേ കണ്ടത്തിലിറങ്ങും. പച്ചത്തവള നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അതിന്റെ തുടയിലൊരു ഞരമ്പുണ്ട്, അതിനെ കളഞ്ഞിട്ട് നേരെ വാർത്ത് കഴിഞ്ഞാൽ എൻ്റെ പോലെ ഇത്ര ബെസ്റ്റ് ഇറച്ചി വേറെ ഇല്ല. കഴിച്ചവർക്ക് മനസ്സിലാവും. ടേസ്റ്റ് ഒന്നും ഓർമ്മയില്ല, പക്ഷെ വളരെ എനിക്ക് ഓർമ്മയുണ്ട് പ്ലേറ്റിൽ കൊണ്ടൊന്ന് വെക്കണത് ഇത്തിരി ഉണ്ടാവുള്ളൂ. അതൊക്കെ വറുത്ത് പിടിക്കണം, വലിയ തവള പിടിക്കണോ? ഞാനല്ലല്ലോ അതൊക്കെ പിടിക്കണത്. അങ്ങനെ ഒരു സംഭവം മഴക്കാലത്ത് അത് ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയാണ് എന്തായാലും. പിന്നെ മഴയുടെ ഓർമ്മകൾ വേറെ പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മയുള്ള കാലത്ത് പറ്റിയൊരു ഒന്നൊന്നര സംഭവമുണ്ട്. അതായത് ഞാൻ എൻ്റെ പ്രായമൊന്നും ഞാൻ പറയുന്നില്ല, ഇപ്പം നാട്ടിൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാനത് ചെയ്ത പ്രായമൊന്നും ഞാൻ പറയുന്നില്ല. അത് ഏകദേശം വീട്ടിൽ വണ്ടി മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ വീട്ടിലൊരു വണ്ടി മേടിച്ച് അത് പോർച്ചിലിട്ടേക്കാം. അപ്പോൾ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ആ വണ്ടിക്കകത്ത് കയറിയിരിക്കുക, സ്റ്റാർട്ട് ചെയ്യുക, ഫ്രണ്ടിലേക്ക് കൊണ്ടുപോവുക, ബാക്കിലേക്ക് കൊണ്ടുപോവുക, ഫ്രണ്ടിലേക്ക് കൊണ്ടുപോവുക, ബാക്കിലേക്ക് കൊണ്ടുപോവുക. ഒരു പ്രത്യേക ജീവിതമല്ലേ. ഫ്രണ്ടിലേക്ക് കൊണ്ടുപോവുക, ബാക്കിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെയൊക്കെ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനോട് കാണാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആരും എന്നെ ഓടിക്കാൻ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, ഞാൻ തന്നെ ഓടിക്കാൻ പഠിച്ചതാണ്. ഞാൻ ഓടിക്കും. ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അപ്പം അങ്ങനെ തന്നെ എടുത്ത് ഓടിച്ചൊരു സംഭവമായിരുന്നു ഒരു മഴയത്ത്. അപ്പോൾ നല്ലൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ഡാഡി ആണെങ്കിൽ ജോലിക്ക് പോയേക്കണു. ഡാഡി വർക്ക് ചെയ്യണം അപ്പോളോ ടേസ്റ്റിലാണ്. ജസ്റ്റ് റോഡിൽ നിന്ന് ക്രോസ് ചെയ്താൽ മതി. മമ്മിയാണെങ്കിൽ അകത്ത് ബിസിയാണ്. ഞാൻ നോക്കിയപ്പോൾ നല്ല ചാൻസാണ്. അതിന് മുന്നേ ആകെ ഒരു പ്രാവശ്യം കണ്ട് ഗ്രൗണ്ടിലിട്ട് ഒരു വട്ടം കറക്കിയിട്ടുള്ളൂ കേട്ടോ വണ്ടി. അതെ, ഒരു വട്ടം കറക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. അതെ, ഒന്നും നോക്കിയില്ല, നൈസായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു, റിവേഴ്സ് എടുത്ത് പുറകിലേക്ക് ഇറക്കി. മറ്റേ സിനിമയ്ക്കകത്ത് കുഴി എന്ന് പറഞ്ഞ് ഓടിക്കുന്ന സീനില്ലേ ശ്രീനിവാസൻ, അതേപോലെ ഫസ്റ്റ് ഇട്ട് അങ്ങ് എടുത്തു. ഞാൻ സാധനം റോട്ടിലേക്ക് അങ്ങ് എടുത്തു. പിന്നെ ഇത് പോകേണ്ടത് എങ്ങടാന്നുള്ള എനിക്കൊരു നിശ്ചയമുണ്ട്. ഞങ്ങളുടെ അവിടെ ഒരു പള്ളിയുണ്ട്, 10ാം പീസ് പള്ളി എന്ന് പറയും. അപ്പോൾ ആ പള്ളിയുടെ അങ്ങോട്ടേക്ക് ഗ്ലാസ് കോണിലേക്ക് പോണ ഒരു വഴിയുണ്ട്. അതൊരു കുന്നാണ്. അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിരക്കുമില്ല, ഒന്നുമില്ല. അപ്പുറം ഇപ്പുറമൊക്കെ റബ്ബറും കാടാണ്, കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഇതെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് വണ്ടി കൊണ്ടുപോകണം, ആ പള്ളിയുടെ ഗ്രൗണ്ടിൽ കയറ്റണം, ഒരു 4 റൗണ്ട് ഇട്ട് ചുറ്റി എങ്ങനെയൊക്കെയോ വണ്ടി ഓടിച്ചാൽ പള്ളിയുടെ ഗ്രൗണ്ടിൽ കയറ്റി. പള്ളിയുടെ ഗ്രൗണ്ടിൽ ഒരു 5-6 ചുറ്റൊക്കെ ചുറ്റി
നോക്കിയപ്പോഴേക്കും ഓ മതി, സമാധാനമായി, ഇനി വീട്ടിൽ പോയേക്കാം, സംതൃപ്തിയായി. ഞാൻ എന്നിട്ട് പതുക്കെ പള്ളിയുടെ ആ ഗ്രൗണ്ടിൽ നിന്ന് റോഡിലേക്ക് ഇറക്കിയപ്പോൾ ഒരു തോന്നൽ, അങ്ങോട്ട് എടുത്തേക്കാം, നോക്കാം. വണ്ടി അങ്ങോട്ട് എടുത്തു. ഈ വണ്ടി എടുത്ത് സ്പീഡ് കൂടുമ്പോൾ നമുക്കൊരു ഇതാണല്ലോ, ഒരു ഹരമാണല്ലോ. സ്പീഡ് അങ്ങ് കൂട്ടി കൊണ്ടുപോയി, നല്ല രീതിയിൽ കൂട്ടി കൊണ്ടുപോയി. എൻ്റെ കൈയാണെങ്കിൽ ഇരിക്കണത്, ഞാൻ പിടിച്ചിങ്ങനെ ഒരു കൈ ഇങ്ങനെ പിടിച്ചേക്കണത്, എനിക്ക് തോന്നുന്നു ബ്രേക്ക് മറ്റേ ഹാൻഡിൽ ബ്രേക്ക്. നല്ല മഴ എന്ന് പറഞ്ഞാൽ കിടിലം മഴ. ആ സമയത്ത് പട്ടിയാണോ പൂച്ചയാണോ എന്താ പറയാൻ പോലെ എന്തൊരു സാധനം വട്ടം ചാടി. ഞാൻ നല്ലൊരു ചവിട്ട് കൂട്ടി ബ്രേക്ക്, വണ്ടി സ്കിഡായത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഷൂമാക്കറായോ? പിന്നെ വണ്ടി സ്കിഡായി, അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ നോക്കുമ്പോൾ വണ്ടി തല തിരിഞ്ഞ് കിടക്കണമെന്ന് എനിക്ക് മനസ്സിലായി. ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല. ഞാൻ ഫ്രണ്ടിലത്തെ ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഇങ്ങനെ ഒരു സെക്കൻഡ് അടുത്തേക്ക് അങ്ങനെ തന്നെ ഇങ്ങനെ ഇരുന്നു. പിന്നെ അകത്തുണ്ട്, ഒരു കുഴപ്പമില്ല ഭാഗ്യത്തിന്. വണ്ടി തല തിരിഞ്ഞ് കിടക്കണം എനിക്ക് മനസ്സിലായി. ഞാൻ എന്നിട്ട് പതുക്കെ ഗ്ലാസ്സിൽ ഇങ്ങനെ തള്ളാൻ നോക്കുന്നുണ്ട്. തല തിരിഞ്ഞ് ഞാനിങ്ങനെ കിടക്കുകയാണ് അതിനകത്ത്. ഞാൻ ഗ്ലാസ്സൊക്കെ പതുക്കെ കൈ കൊണ്ട് 2 തള്ളുകളിൽ. എടാ ആ ഭാഗത്തൊരു മനുഷ്യനില്ല, മൊത്തം ഇങ്ങനെ ഒരു മനുഷ്യനില്ലാത്ത നല്ല ഫ്രീ റോഡല്ല. അതല്ല ഞാൻ എടുത്തത്. അയ്യോ, ഏകാന്തതയുടെ അപാരം ഇങ്ങനെ വരാൻ കിടക്കണുള്ളൂ. ഞാൻ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഞാൻ നോക്കിയപ്പോ എന്തിപ്പോ സംഭവിച്ചേ? അല്ല, സംഭവം ഞാൻ നോക്കണ റോട്ടിൽ നല്ല പാടൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ മുതലാണ് വണ്ടി സ്കിഡായത്. ഒരു 2 പ്രാവശ്യമെങ്കിലും വണ്ടി മറിഞ്ഞിട്ടുണ്ടെന്നുള്ള എനിക്ക് ഉറപ്പായി. ഞാൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കാണ്. എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ ചേട്ടാ, ചേട്ടാ, കൈ മാത്രം ആ ഗ്ലാസുമ്പോ തട്ടി ഒന്ന് കീറി. വേറെ യാതൊരു കുഴപ്പമില്ല. പെട്ടെന്ന് തന്നെ ആ ഒരു ഓട്ടോറിക്ഷക്കാരൻ വണ്ടി കൊണ്ട് നിർത്തി. ആളിറങ്ങിയിട്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. ഞാൻ ഒന്ന് വണ്ടി ഒന്ന് ചെറുതായിട്ട് മറിഞ്ഞു ചേട്ടാന്ന് പറഞ്ഞു. വേറെ ആരാ അതിൻ്റെ അകത്തുള്ളതെന്ന് ചോദിച്ചു. ഞാൻ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ അന്താളിച്ചിങ്ങനെ നോക്കണേ, ഇവന് വണ്ടി ഓടിക്കാനുള്ള പ്രായമൊക്കെ ആയെന്നുള്ള രീതിയിൽ. ഞാനപ്പോൾ തന്നെ പറഞ്ഞു, ചേട്ടാ എന്നെ താഴേക്കൊന്ന് ഇറക്കി തരൂ, എൻ്റെ താഴെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് രാജയുടെ കൂട്ടുകാരുടെ, അവിടെ നിന്ന് ആക്കി തരുമെന്ന് ചോദിച്ചു. കയറി മോനെന്നൊന്ന് കയറി. ഞാൻ എന്നിട്ട് നേരെ പുള്ളി എന്നെ, ഞാനൊന്നും മിണ്ടണില്ല. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മോൻ എന്തെങ്കിലും പറ്റിയ എവിടെയെങ്കിലും മുട്ടിയാ തട്ടിയാ? ഞാനൊന്നും മിണ്ടണില്ല, എനിക്ക് ആ കിളി പോയിട്ടിരിക്കുക. നേരെ അപ്പോൾ തന്നെ ആ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കയറ്റി. അപ്പോൾ വർക്ക്ഷോപ്പിൽ അങ്കിളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അങ്കിള് വണ്ടി മറിഞ്ഞു. അപ്പോൾ അങ്കിള്, നീ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു, എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്കിളപ്പോൾ തന്നെ അവിടെ കഴിക്കണ ഒരു പഴയ ഒമിനിയും ആ വർക്ക്ഷോപ്പിലുള്ള ഒരു 3 പേരും കൂടെ ഒമിനിയിലും കയറ്റി എന്നെയും കയറ്റി. തിരിച്ചവിടെ ചെല്ലുമ്പോൾ ഒരുപാട് ആൾക്കാരെ വണ്ടിയുടെ ചുറ്റും. ഡ്രൈവറിൽ ഇതെന്നാൽ ഈ വണ്ടി എങ്ങനെയത് മറിഞ്ഞത്? ഇത് മറിഞ്ഞാണ് മറിച്ചിട്ടാണ് വൻ ചർച്ച. ഞാനവിടെ ഇറങ്ങുമ്പോൾ ആൾക്കാർ പറഞ്ഞ കേൾക്കണത്, ഞങ്ങള് ഇപ്പം അങ്ങോട്ട് പോയതാ, ഇങ്ങനെ ഒരു വണ്ടി കണ്ടിട്ടില്ല. ഇതിലുള്ള ആൾക്കാർ എന്ത് പറ്റി, എന്താ സംഭവിച്ചെന്ന് ആൾക്കാർക്കൊരു പിടിയില്ല. വർക്ക്ഷോപ്പിലെ ആൾക്കാരെ കണ്ടപ്പോഴേക്കും അവരും വന്നു. അപ്പോൾ ഇവർ കൊണ്ടുവന്ന വണ്ടിയാന്നുള്ള വേറെ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാൻ നിന്നില്ല. അവരെല്ലാവരും വന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ആൾക്കാരും എല്ലാവരും വണ്ടി നേരെയാക്കി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വണ്ടി കൊടുത്തു. മീൻസ് വണ്ടി ഇട്ടു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വെച്ചു, നിന്നെ വീട്ടിൽ കൊണ്ടുപോയി ആക്കണമെന്ന് വെച്ചു. വീട് തൊട്ടടുത്താണ്, തൊട്ടപ്പുറയാണ്. ഇല്ല ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ വീടിൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഞാൻ സ്ഥിരം പോയി സാധനങ്ങൾ മേടിക്കുന്നുണ്ട്, ഡാഡിയുടെ കൂട്ടുകാരൊക്കെ തന്നെ. അപ്പോൾ ഈ കടയിൽ ചെന്ന് അവിടെയുള്ള ചേട്ടന്മാരുടെ ഞാൻ കാര്യം പറഞ്ഞു. വീട്ടിൽ പറഞ്ഞിട്ടില്ല? വീട്ടിൽ പോയിട്ടില്ല. വീട്ടിൽ എങ്ങനെ കയറുന്ന ആലോചിച്ചോണ്ടിരിക്കുക. മാരുതി 800 ആ സമയത്ത്. വീട്ടിൽ എങ്ങനെ പോകുന്ന വിചാരിച്ചിരിക്കുക. അപ്പോൾ ഈ ചേട്ടന്മാരെല്ലാവരോടും പറഞ്ഞു, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് വീട്ടിലേക്ക് ചെല്ലണ രസം. മമ്മിയാണെങ്കിൽ പുറത്ത് ഡോറിന്റെ അവിടെ എന്നെ നോക്കിയിരിക്കുക. ഇത്ര നേരം ഉണ്ടായ ചക്കരെ കാണല്, വണ്ടിയും കാണുന്നില്ല. പിന്നെ നോക്കുമ്പോ ഒരു 5-6 ഞാനും മമ്മി അപ്പൊ തന്നെ ചോദിച്ചു, എന്താടാ പറ്റിയെന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. അപ്പൊ പുറത്ത് തൊട്ട ബാക്കിലേക്കുള്ള ആളുകൾ പറഞ്ഞു, ഇല്ല ചേച്ചി ഒന്നും പറ്റിയില്ല, ജസ്റ്റ് വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയി. ആ പറയണതും ചെകിടത്ത് എന്നുള്ളൊരു പൊട്ടല്. ഒയ്യോ, അതങ്ങോട്ട് ആ സംഭവം എങ്ങനെയൊക്കെ വീട്ടിലും കയറി എല്ലാം കഴിഞ്ഞ് മമ്മീനെ ഡാഡീനെ വിളിച്ചു പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ കയറി അങ്ങ് കിടന്നു. എൻ്റെ ബെഡ്റൂമിൽ കയറി ഞാൻ കിടന്നു. കുറച്ച് കഴിയുമ്പോൾ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഡാഡി വന്ന് എൻ്റെ ഫ്രണ്ടിൽ ഇപ്പം ഉണ്ട്. എനിക്കാണെങ്കിൽ നല്ല പനി. ഭാഗ്യത്തിന് ആ പാവം മനുഷ്യനെ വഴുക്കൊന്നും പറഞ്ഞില്ല. എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് എന്തെങ്കിലും പറ്റിയാന്ന് ചോദിച്ചു. അവനൊന്നും പറ്റിയില്ല. നല്ല പനി പിടിച്ചു, പേടിച്ചു പനി പിടിച്ചു. ആ പാവം മനുഷ്യനെ വഴുക്കൊന്നും പറഞ്ഞില്ല. നിനക്കും എല്ലാം പറ്റിയ, എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിച്ച്. എൻ്റെ അമ്മ. എന്നിട്ട് പിറ്റേ ദിവസം ഞാനും ഡാഡിയും കൂടെ വർക്ക്ഷോപ്പിൽ പോയി. ആ വണ്ടിയുടെ കോലം കണ്ടിട്ടുണ്ടല്ലോ, ചപ്പാത്തി മടക്കി കൂടി പോലെ അതിൻ്റെ മോൾ ഭാഗം ഒരു സൈഡും
മൊത്തം പോയാളിയാ. കാറും മഴയായിട്ട് ബന്ധപ്പെട്ട പാട്ടാണ് പാടാൻ പോകുന്നത്. കറങ്ങാണ്ട് മഴയില്ലല്ലോ. കാറും ഇല്ല, പക്ഷേ ഇത് മഴയായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ട് തന്നെയാണ്. ഡോക്ടർ ലവ് എന്ന് പറഞ്ഞൊരു പടത്തിലെ നമ്മുടെ ഹരിഹരൻ പാടിയൊരു പാട്ട്. നല്ലൊരു അടിപൊളി പാട്ടാണ്. ഞാനത് ഈ അടുത്താണ് ആ പാട്ട് കേൾക്കണത്. അത് നമ്മുടെ പ്രാഞ്ചാശാനാണ് എനിക്ക് ആ പാട്ട് കേൾപ്പിച്ചു തന്നെ. ഞാനത് കേട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ ഒരു കൈ നോക്കാം. എന്നതാണെങ്കിലും ഞാനും ആ പാട്ട് കേട്ടിട്ടില്ല, നമുക്ക് എല്ലാവർക്കും കേൾക്കാം. മഴ ഞാനറിഞ്ഞിരുന്നില്ല, നിന്റെ കണ്ണുനീരെന്നുള്ളിലുതിരും വരെ. വെയിൽ ഞാനറിഞ്ഞിരുന്നില്ല, എൻ്റെ ഉള്ളിൽ നിൻ ചിരി നേർത്തു പടരും വരെ. മഴ ഞാനറിഞ്ഞിരുന്നില്ല, നിന്റെ കണ്ണുനീരെന്നുള്ളിലുതിരും വരെ. വെയിൽ ഞാനറിഞ്ഞിരുന്നില്ല, എൻ്റെ ഉള്ളിൽ നിൻ ചിരി നേർത്തു പടരും വരെ. വേനൽ നിലാവിൻ്റെ മൗനം, നീരൊഴുക്കിൻ തീരാത്ത ഗാനം. ദൂരങ്ങളിൽ നിന്നുമേതോ പാട്ടുമൂളും കുയിലിൻ സ്വകാര്യം. അറിയാതെ നിമിഷങ്ങളൂർന്നും പാതിരാവിൻ്റെ യാമങ്ങൾ മാഞ്ഞും. എൻ്റെ ഉള്ളിൽ നിശ്വാസമുതിരും വരെ. മഴ ഞാനറിഞ്ഞിരുന്നില്ല, നിന്റെ കണ്ണുനീരെന്നുള്ളിലുതിരും വരെ. വെയിൽ ഞാനറിഞ്ഞിരുന്നില്ല, എൻ്റെ ഉള്ളിൽ നിൻ ചിരി നേർത്തു പടരും വരെ. റംബ, ഈ പാട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. മഴയത്തുള്ള ആ ഒരു അനുഭവം ഞാൻ വീണ്ടും ഓർക്കുമായിരുന്നു. അല്ലേ സാൻഡി? അതെ. അപ്പം വൈഫിൻ്റെ വീട് കല്ലറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, പാറുവിൻ്റെ. അപ്പം അവരുടെ വീട്, ഇക്കുറിന്റെ വീട് എവിടെയാ? അങ്ങ് ദൂരെയാ. ദൂരെന്ന് വെച്ചാ? സന്ദീപിന്റെ വീടിന്റെ അപ്പുറത്ത്. സന്ദീപിന്റെ വീട് എവിടെയാ? ലവല്ലിയുടെ വീടിന്റെ ഇപ്പുറത്ത്. നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഇച്ചിരി താഴോട്ടാണ് ഇവരുടെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം വീടിൻ്റെ മുറ്റത്തൊരു തോട് പോകുന്നുണ്ട്. വൈഫിൻ്റെ അച്ഛനെന്ന് എക്സ് ഗൾഫാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഗൾഫിൽ നിന്നൊക്കെ വന്ന് ഇപ്പോൾ റിട്ടയർഡായിട്ട് നാട്ടിൽ നിൽക്കുന്ന സമയമാണ്. അപ്പം പുള്ളി ഒരു കുളം ഉണ്ടാക്കിയിട്ട് അവിടെ മീൻ വളർത്താനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ പുള്ളി പഞ്ചായത്തിലും കൃഷി ഓഫീസിൽ നിന്നൊക്കെ പോയിട്ട് എന്താണ് മീൻ കുഞ്ഞുങ്ങളെയൊക്കെ മേടിച്ച് റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്നിട്ട് ഇതിന് തീറ്റ കൊടുത്ത്, ഇതൊക്കെയാണ് പുള്ളിയുടെ ഹോബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തീറ്റ കൊടുത്ത് വളർത്തുക, വിൽക്കുക, അതാണ് പ്ലാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മഴ പെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോട് കവിഞ്ഞങ്ങ് ഒഴുകും. ഈ തോട് കവിഞ്ഞൊഴുകിയിട്ടെന്ന് പറഞ്ഞാൽ ഈ കുളം എല്ലാം അങ്ങ് ഫില്ലാവും. അപ്പോൾ ശരിക്കും സംഭവിക്കുന്നത് ഈ മീനെല്ലാം, വളർത്തുന്ന മീനെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ജമ്പ് ചെയ്തങ്ങ് പോകും. അതായത് മഴ വരുമ്പം തോട് നിറഞ്ഞ് കുളത്തിലേക്ക് കയറും. കുളത്തിൽ നിന്നുള്ള മീനുകൾ മൊത്തം എല്ലാം പോകും. എല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈ പുള്ളിക്ക് അവസാനം ഇത് എല്ലാ വർഷവും പുള്ളി ഇത് ചെയ്യും. അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മീനെ മേടിക്കുന്നു, വളർത്തുന്നു, വെള്ളം പൊങ്ങുന്നു, പോകുന്നു. ആദ്യത്തെ വട്ടം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി എത്രയും ചെയ്തിട്ട് മക്കളെ മീനെല്ലാം പോയടാന്നൊക്കെ പറയുമായിരുന്നു. അപ്പൊ അന്ന് ഈ പാറുവിനൊക്കെ ആയാലും വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത വർഷം ചെയ്ത്, മൂന്നാമത്തെ വർഷം ചെയ്ത്, നാലാമത്തെ വർഷം ചെയ്യുമ്പോഴത്തേക്കൊന്നും നമുക്ക് ചിരിയാണ് വരുന്നത്. അത് പുള്ളിയെടുത്ത് പറഞ്ഞ പുള്ളി കേൾക്കത്തില്ല. ഒരു മരുമാന നിലയ്ക്ക് ഒന്ന് ഉപദേശിക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ അനാവശ്യ കാര്യങ്ങളിൽ തലയിടാം. അല്ല, എന്തായാലും ഇത് പുള്ളി കേൾക്കാൻ പോണില്ലായിരിക്കും, പക്ഷെ കേട്ട് കഴിയുമ്പോൾ തീരുമാനമാവും. അതെ. അപ്പോൾ പുള്ളിയുടെ കോൺഫിഡൻസ് ആണ് ഞാൻ അറിയുന്നത്. അതായത്
3 വർഷവും തട്ടുകേട് കിട്ടി. ഇതിനെല്ലാം തീറ്റയും കൊടുത്തിട്ട് ഇത്ര മാസങ്ങളോളം ഇതിനെ പരിപാലിച്ചിട്ടേടാ. പിന്നെ അവസാനം ഇതെല്ലാം പോയി കഴിഞ്ഞിട്ട് കുറേയൊക്കെ ആമ കൊണ്ടുപോകും, കുറേ ചേര വരും, ഇതെല്ലാം അതിനകത്താകും. വെള്ളം പോകുമ്പോൾ മീൻ വളരില്ല, കുറെ നാട്ടുകാർ കൊണ്ടുപോകും, എല്ലാം കൊണ്ടുപോകും. അവസാനം ഇത് കുളം വറ്റിക്കുമ്പോഴത്തേക്ക് ഒരു 10-12 മീൻ കിട്ടും. അത് അന്നത്തേക്ക് അവിടെ കറി വെക്കാൻ 2000 കുഞ്ഞുങ്ങളൊക്കെയാണ് മേടിച്ചെടുത്ത് എന്നിട്ടാണ് സംഭവിക്കുന്നത്. അപ്പം പുള്ളി എല്ലാ വർഷവും എന്നാലും ഇത് തന്നെ ചെയ്യും. അപ്പം പാറുവിൻ്റെ അമ്മയും പാറുവും ഒക്കെ ഇങ്ങനെ പറയുകയോ ചെയ്യും, ഇതുപോലെ ഇത് ഈ അടുത്ത മഴയത്ത് പോകാൻ വേണ്ടിയിട്ടല്ലേ. പുള്ളി കേൾക്കത്തില്ല, പുള്ളി ഇത് ചെയ്യുകയും ചെയ്യും. അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് പാറുവൊക്കെ പോട്ട് നീ പോതേ പോട്ട്, അച്ഛൻ അങ്ങനെ എൻ്റെ കൂടെ ഇത് നമുക്കൊരു എന്റർടൈൻമെന്റ് ആയി. നമുക്കൊരു എന്റർടൈൻമെന്റ്. അപ്പം നമുക്ക് ചോദിക്കല്ലേ പാറു എന്താ ഇതിൻ്റെ മീൻ വളർന്നോ. അപ്പം പുള്ളിയുടെ ആ വിഷമത്തിലും നമുക്ക് ചെറിയ സന്തോഷം കണ്ടെത്തുന്നത്, അതായത് ഫണ്ണിയായി മാറി. കാര്യം വർഷങ്ങൾ കഴിയും തോറും ഇതെങ്ങനെയായി മഴ എന്ന് പറഞ്ഞ കേക്ക് ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ആ ഒരു അതാണ് സിറ്റുവേഷൻ അല്ലേ. അതെ, അമ്മായപ്പനെ ഓർമ്മ വരുന്നത്. അമ്മായപ്പനെയാണ് ഓർമ്മ വരുന്നത്. അമ്മായപ്പനെ ഞാൻ സ്മരിക്കുന്നു. മിക്കവാറും ഇന്നത്തോടെ തീരുമാനം വീട്ടിൽ ചിലപ്പോൾ പാറു തീരുമാനമാക്കും. അതെ. അപ്പൊ നീ നാട്ടിൽ പോകുമ്പോൾ അങ്ങോട്ട് പോകണ്ട ഇനി. ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. അതെ. അപ്പോൾ സാൻഡി പാടുന്ന പാട്ട് അതേ കണക്ട് ചെയ്തൊരു പാട്ടാണോ? എനിക്ക് ആ സ്പിരിറ്റിലെ മഴ കൊണ്ട് മാത്രം എന്നുള്ള പാട്ടുണ്ടല്ലോ, ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ പാടാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും സാൻഡിയിലൂടെ ആ ഗാനം കേൾക്കാം. ഒരു ചുംബനത്തിനായി ദാഹം ശമിക്കാതെ എരിയുന്ന പൂവിതൾ തുമ്പുമായി പറയാത്ത പ്രിയതരമാമൊരു വാക്കിൻ്റെ മധുരം പടർന്നൊരു ചുണ്ടുമായി വെറുതെ പരസ്പരം നോക്കിയിരിക്കുന്നു നിറമൗന ചഷകത്തിനിരുപുറന്ന മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. അളിയാ സാൻഡി, ഇത്തവണ നാട്ടുകാർക്ക് മീൻ കിട്ടുമോടാ? ഉറപ്പായിട്ടും. ഇതൊരു പ്രോസസ്സാണ്, ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ആരെങ്കിലും വേണ്ടടാ അതിനൊക്കെ തീറ്റിപ്പോറ്റാൻ. ഈ ആമ തമ്പിക്ക് അങ്ങനെ മീൻ പിടിക്കാൻ പോയ കഥയുണ്ടോ? ഇവിടെ മീൻ പിടിക്കാൻ എൻ്റെ അളിയാ, നമ്മുടെ നാട്ടിൽ ഈ മഴക്കാലം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പണി ഇതൊന്നും ഇല്ലാണ്ടിരിക്കും. മെയിൻ പണി മീൻ പിടുത്തം, വീട്ടിലിരുന്ന് കപ്പ തിന്നൽ, ഇതൊക്കെ തന്നെയാണ്. ചപ്പാത്തി എങ്ങടാണെങ്കിലും വയറ് തന്റെ ആ മനുഷ്യ, അത് ഓർമ്മ വേണം. അങ്ങനെ പറയാനാണ് കാര്യം. ഒരു എപ്പിസോഡിലും തീരെയല്ലോ, 2-3 എപ്പിസോഡ് പോകും. അത് ശരിയാ. തമ്പിയുടെ അപ്പന് ഇതുപോലത്തെ ഒരു കൃഷിയുണ്ട്. അപ്പൊ മീൻ വളർത്താറില്ലടാ. മീനില്ലല്ലോ. അപ്പം 2 പോത്ത് വളർത്തി നിർത്തി. ഇനി ഒരു മൃഗവും വളർത്തില്ലെന്ന് പറഞ്ഞേക്കാം. 2 പോത്ത്, ഒന്ന് തമ്പി ജൂനിയർ, ഒന്ന് തമ്പി സീനിയർ. ഒരാൾക്ക് വില്ലനായിരിക്കും, ഒരാൾക്ക് നായകനായിട്ടായിരിക്കും പിന്നെ. അപ്പം അങ്ങനെ പറയുകയാണുണ്ടല്ലോ, ഇങ്ങനെ ഒരു സ്വഭാവമുള്ളവർ തന്നെ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ അനിയൻ ഒന്നേ ഉള്ളൂ, ഒറ്റ മോളേ ഉള്ളൂ. അപ്പം എല്ലാ ഉടായ്പും കൊച്ചിലെ എന്നാ കാര്യം പറഞ്ഞാൽ എല്ലാത്തിനും കൂടെ ഉണ്ട്. ഇത് നേരത്തെ അച്ഛൻ വളർത്തിയ 2ാമത്തെ പോത്ത്. അവരില്ലാത്തൊരു പരിപാടി ഇല്ല. ഒരു ദിവസം രാവിലെ ഞങ്ങൾ വയറ് നിറച്ച് തീറ്റയൊക്കെ തിന്നിട്ട് എന്നാ ഒപ്പിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ വന്നത്, നമുക്ക് ചെങ്ങാടം ഉണ്ടാക്കുന്നത്. അപ്പം ഇഷ്ടം പോലെ വാഴക്കൃഷിയുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് നല്ല വാഴക്കുഞ്ഞ് നോക്കി പറ്റുന്ന സൈസിലുള്ള കുറച്ചുണ്ടാക്കും, വെട്ടി താഴെയിട്ട് ചാക്കുന്നിലൊക്കെ ഇട്ട് കെട്ടി വെള്ളത്തിലിട്ട് അഴിഞ്ഞു പോയി. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ജോലി കഴിഞ്ഞ് അച്ഛൻ വരുമ്പോഴത്തേനും ഞാനും അനിയനും കൂടെ ഇതിനകത്ത് കുട്ടം പറയുന്ന പോലെ കിടന്ന് മറിയാണ് ഈ ചെളി വെള്ളത്തിൽ. സാധാരണഗതിക്ക് പുള്ളി വരുമ്പോഴേ എനിക്കിട്ടൊരു പെടന്ന് വന്നിട്ട് കയറ്റി വിടുകയുള്ളൂ, കാരണം സമയമില്ല, ഇഷ്ടംപോലെ വേറെ പണിയുണ്ട്. ഇപ്പോൾ പരിപാടി പെട്ടെന്ന് തീർക്കണല്ലോ, വരുമ്പോഴേ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ സങ്കടം അവന് കിട്ടുന്നില്ല. അപ്പോൾ ഒരെണ്ണം തന്നിട്ട് കയറ്റി വിടും. പക്ഷെ അന്ന് അതിന് വലിയ
തിരക്കൊന്നും ഇല്ലായിരുന്നു. എനിക്ക് നോക്കുമ്പോൾ ഞങ്ങളുടെ ചെങ്ങാടം വെള്ളത്തിൽ താന്ന് കിടക്കുക, ഒരു സൈഡ് ഇങ്ങനെ ടൈറ്റാനിക് പോലെ കിടക്കുക. അപ്പത്തിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതായിരിക്കും. പുള്ളി പറഞ്ഞു ഇവിടെ കൊലയ്ക്കാത്ത വാഴ കൊണ്ട് ചെങ്ങാടം ഉണ്ടാക്കിയാൽ പൊങ്ങി കിടക്കില്ലെന്ന് പറഞ്ഞു. അപ്പം ബാക്കിയെല്ലാം ഞങ്ങൾ മറന്നുപോയി. പിറ്റേ ദിവസം രാവിലെ പ്ലാൻ ബി, നമ്മൾ പ്ലാൻ ഇട്ട് രാവിലെ എണീറ്റ് രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് അച്ഛൻ ജോലിക്ക് പോയി. കുറേ ഏത്തവാഴ കൃഷിയുണ്ട്. രാവിലെ ഇറങ്ങിയിട്ട് നല്ല കൊലച്ച വാഴ നോക്കി 2-3 അങ്ങ് വെട്ടി അങ്ങ് കേട്ട വെള്ളത്തിലിട്ട് അങ്ങ് കെട്ടിയിട്ട് അന്ന് സൂപ്പർ ആളിയാ. അന്ന് ടൈറ്റാനിക് പോലെ നമ്മൾ തുഴഞ്ഞു വെള്ളത്തിൽ പൊങ്ങി കിടക്കുക, കൊലച്ച വാഴ 10 പോയി. പിന്നെ ഇത് നമുക്ക് നേരത്തെ അറിയില്ലായിരുന്നല്ലോ, ഇപ്പോഴല്ലേ കിട്ടിയത്. അത് കഴിഞ്ഞ് സംഭവം സെറ്റായി. വൈകുന്നേരം വരെ ഞങ്ങൾ ഭയങ്കര ആഘോഷം. അന്നച്ഛൻ വന്നിട്ട് എന്തായാലും പടകിട്ടുണ്ടാവും, അങ്ങനെ എല്ലാ ദിവസവും കിട്ടണുണ്ട്. വാഴയും വെച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ ഇന്ന് അന്ന് എന്തായാലും മിസ്സായി കാണില്ല, കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചങ്ങാടമായിട്ട് ബന്ധപ്പെട്ട പാട്ടാണ് നമ്പി പാടാൻ പോകുന്നത്. ഇപ്പൊ ഒരു മഴപ്പറ്റി പാടാൻ എനിക്ക് ഇഷ്ടമുള്ള പാട്ട് മറ്റേ വെട്ടത്തിലെ പാട്ടില്ലേ, മഴത്തുള്ളികൾ, ആ പാട്ട് പാടാം. അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. ഓക്കെ. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ, കാറ്റാലെ നിൻ ഈറൻമുടി ചേരുന്നിതൻ നീലാകവേ, നീളുന്നൊരീ മൺപാതയിൽ തോളോടുത്തോ പോയിലയോ. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ. ഇടറാതെ ഞാൻ കൈയിൽ കൈ ചേർക്കവേ, മയിൽ പീലി പാളും പോലെ നോക്കുന്നു, തണുക്കാതെ മെല്ലെ ചേർക്കും നേരത്തു നീ വിറയ്ക്കുന്നു, മെയ്യും മാറും വേറെന്തിനോ ആശിച്ചു ഞാൻ തോരാത്തൊരീ പൂമാരി മൂടട്ടെ നാം. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ. അപ്പോൾ അങ്ങനെ തമ്പിയുടെ കഥയോടും പാട്ടോടും കൂടി ഈ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. എന്തായാലും എല്ലാവരുടെയും കഥകൾ അടിപൊളിയായിട്ടുണ്ട്. ആ മഴയെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള എനിക്ക് തോന്നുന്നു അത്ര ദുരിതമായിട്ടുള്ള കഥകളൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും കോമഡി ആയിട്ടുള്ള നല്ല ഓർക്കാൻ ഇമ്പമുള്ള ഒരു കഥകളായിരുന്നു. മറ്റൊരു പുതിയ ടീമുമായിട്ട് വരുന്ന എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്, ടീം തട്ടുമ്പുറം, അളിയൻ്റെ റേഡിയോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളം FM 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.